ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു മെഡിടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ നിസി കെ തോമസ് ആണ്, സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഇൻ മിലേനിയം ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ഇമേജിംഗ് ഇൻ വുമൺ ഹെൽത്ത് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മളെല്ലാം ലേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പെടുന്നതാണോ ഒന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഇമേജിങ് സ്കാൻ പരിശോധനകൾ എന്തുകൊണ്ടാണ് ഇത്രയും ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത് ഡോക്ടർ? സ്കാൻ പരിശോധനകൾ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്രയും പ്രധാനമാണെന്ന് പറയാൻ പല കാര്യങ്ങളുണ്ട്. കാരണം പല രോഗങ്ങളും സ്ത്രീകളിൽ ഉണ്ടാകുമ്പോൾ ആ തുടക്കകാലത്തിൽ വേദനയോ രോഗലക്ഷണങ്ങളോ ഒക്കെ കുറവായിരിക്കാം. അപ്പം ഈ അൾട്രാസൗണ്ട്, മാമോഗ്രാം, എക്സ്റേ, CT, MRI മുതലായ പരിശോധനകൾ മുഖാന്തരം നമുക്ക് അത് നേരത്തെ അറിയുവാനും ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഈസി ആക്കാനും സക്സസ്ഫുൾ ആക്കാനും നമുക്ക് സാധിക്കും. സാധാരണയായി ചെയ്യേണ്ട പ്രധാന സ്കാൻ പരിശോധനകൾ ഏതൊക്കെയാണ് വരുന്നത്? സ്ത്രീകളിൽ സാധാരണയായി ചെയ്യേണ്ട സ്കാൻ പരിശോധനകൾ അവരുടെ സ്തനാരോഗ്യം, അതായത് ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ യൂട്രൈൻ ആൻഡ് ഒവേറിയൻ ഡിസീസസ്, പിന്നെ ഉള്ളത് ഗർഭകാല സ്കാനുകൾ, അതായത് പ്രഗ്നൻസി റിലേറ്റഡ് സ്കാനുകളാണ്. ഇതിൽ അൾട്രാസൗണ്ട് സ്കാനാണ് നമ്മൾ യൂട്രസ് ആൻഡ് ഒവേറിയൻ ഡിസീസസിനെ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്തനാരോഗ്യത്തിനും നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മാമോഗ്രാം ആണ് ബ്രസ്റ്റ് ഡിസീസസിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ ഉള്ളത് CT ആൻഡ് MRI. ഇത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കൂടുതലായ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത വരാൻ വേണ്ടിയാണ് CT, MRI പോലെയുള്ള സ്കാൻ പരിശോധനകൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥാനാർബുദം അത്തരത്തിൽ അർബുദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ സ്റ്റാർട്ടിങ് നമുക്ക് അതിൻ്റെ തുടക്കം എന്തായാലും മനസ്സിലാവില്ല. അപ്പോൾ ഏത് പീരീഡിലായിരിക്കും നമ്മൾ ഒരു സ്കാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഏത് പീരീഡിൽ നമ്മളത് ചെക്ക് ചെയ്യേണ്ടി വരും? ഓക്കെ, സ്തനാർബുദത്തിന് വേണ്ടി മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് മാമോഗ്രാം ആണ്. അന്നേരം അത് ചെയ്യാനുള്ളൊരു സമയം എന്ന് പറയുന്നത് 40 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ എല്ലാ വർഷവും ഒരിക്കൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. 40 മുതൽ ഒരു 55 വയസ്സ് വരെ. 55 വയസ്സിന് ശേഷം 2 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി, വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. ഒരു സ്ക്രീനിങ് ആയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഫാമിലിയിൽ ഹിസ്റ്ററി ഉള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, ജനറ്റിക് ടെസ്റ്റിംഗ് വഴി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ 30 വയസ്സിനോ 25 തൊട്ട് 30 വയസ്സ് മുതൽ തന്നെ ഈ സ്കാനിങ്ങുകളൊക്കെ തുടങ്ങാം. കൂടാതെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും MRIയും ഒക്കെ ചെയ്യാവുന്നത്. പൊതുവേ ഉള്ള ഒരു ഇത് വെച്ച് ഇപ്പോൾ മാമോഗ്രാം തന്നെ എടുത്താലും അതിൽ കാണുന്ന ചെറിയൊരു വേരിയേഷൻ, ചെറിയ വ്യതിയാനങ്ങൾ ക്യാൻസറിന് റീസണാണ്, ക്യാൻസറിന് കാരണമാകുന്നു എന്ന രീതിയിൽ ചികിത്സ തേടുന്ന ഒരു സിറ്റുവേഷൻ പോലും ഇപ്പോഴുണ്ട്. അതിനോട് എന്താ ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇതൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ഇപ്പം മാമോഗ്രാമിൽ നമ്മൾ ക്യാൻസർ ആകാം എന്ന് നമ്മൾ തോന്നുന്ന രീതിയിൽ നമുക്കൊരു ഫൈൻഡിങ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാമോഗ്രാമിൽ മാത്രം ഒതുക്കാതെ അതിൻ്റെ കൂടെ നമ്മൾ അൾട്രാസൗണ്ടും കൂടാതെ MRIയും ചെയ്യുന്നുണ്ട്. ഈ 3 ടെസ്റ്റുകളിലെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു റിസൾട്ടിലായിരിക്കും നമ്മൾ ഇതിനെ സ്ഥിരീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെക്നോളജീസും ഉണ്ട്. ബയോപ്സീസ് എടുക്കാം, FNAC ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് പത്തോളജി കോറിലേഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് ക്യാൻസർ ആവുമോ അല്ലയോ എന്നൊക്കെ നമ്മൾ സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിൽ എത്തുന്നത് അല്ലേ, അതിനുശേഷമാണ് അതിന്റെ രീതിയിൽ പോകുന്നത്. അല്ലാതെ മാമോഗ്രാം പോലുള്ള വ്യതിയാനങ്ങൾ കാണുന്നതെ തുടർന്ന് ചികിത്സ തേടുകയോ അല്ലെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയിലേക്ക് പോകുന്ന രീതിയില്ല.
ഇല്ല. ഇത് നമ്മളിപ്പോൾ മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പം മാമോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു 35+ 40+ലുള്ള ആൾക്കാരോടാണ്. അപ്പം അവർക്ക് 40 വയസ്സാകുമ്പോൾ തൊട്ട് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുവാണെങ്കിൽ ചില മുഴകൾ നമുക്ക് കൈകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ ബ്രസ്റ്റിന്റെ മുകളിൽ സ്കിന്നിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നിപ്പിളിൽ കൂടെ വരുന്ന ഡിസ്ചാർജ് പോലെയുള്ള ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പോലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വളരെ ചെറുതായിട്ടുള്ള കാൽസിഫിക്കേഷൻസ് പോലും പിക്ക് ചെയ്യാൻ മാമോഗ്രാമിന് സാധിക്കും. അത് മുഖാന്തരം അത് ഒരു സാധാരണയായിട്ടുള്ള കാര്യമാണോ അതോ ഈ പറയുന്ന പോലെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന രീതിയിൽ പോകുന്ന കാര്യമാണോ എന്ന് നമുക്ക് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് അൾട്രാസൗണ്ടോ MRI വഴിയോ അല്ല ഇനി വളരെ വലുതായിട്ടുള്ളൊരു മാസമാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ബയോപ്സി എടുത്തോ ഒക്കെ നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, സംസാരിച്ചോളൂ. ഡോക്ടർ, എൻ്റെ പേര് ദിവ്യ എന്നാണ്. 2015 ബ്രസ്റ്റിലൊരു ചെറിയൊരു സ്പോട്ട് എൻലാർജ് ചെയ്യുന്ന കാരണം അത് മാമോഗ്രാം ഒക്കെ ചെയ്തിരുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലംപ് എക്സിഷൻ പോലെ ചെയ്തു, എന്നിട്ട് ബയോപ്സിക്കൊക്കെ അയച്ചു, കുഴപ്പമൊന്നുമില്ല, റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. പക്ഷെ അതിനുശേഷം ഞാൻ മാമോഗ്രാം ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഷോ കണ്ടപ്പോഴാണ് തോന്നി ഒരു mid-30s അപ്പോൾ ആ സമയത്തും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ മാമോഗ്രാം ചെയ്യണോ, അത് എന്തെങ്കിലും മാൻഡേറ്ററി ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണോ? ദിവ്യ, ഈ ലംപ് എക്സിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബയോപ്സി റിസൾട്ട് എന്തായിരുന്നു വന്നത്? നെഗറ്റീവ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ സാധാരണ കാണുന്ന ഫൈബ്രോയിഡിനോമ അല്ലെങ്കിൽ അതുപോലത്തെ ബിനൈൻ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം ഇപ്പോൾ എത്ര വയസ്സുണ്ട് ദിവ്യക്ക്? 30. ഓക്കെ, 30. അപ്പം വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? മമ്മിക്ക് ഇതുപോലെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ക്യാൻസറസ് അല്ല, പക്ഷെ ഫാദറിന്റെ അമ്മ മരിച്ചത് ക്യാൻസർ ആയിട്ടാണ്. ദാറ്റ് വാസ് യൂട്രൈൻ ക്യാൻസർ. നമുക്ക് കുറച്ചും കൂടി മെറ്റേണൽ സൈഡിലാണ് ഈ ഒരു ഹിസ്റ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിപ്പം 30 years ഉള്ളത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മാമോഗ്രാം ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം നമ്മളൊരു 35 years വരെ ടൈം കൊടുക്കും ഒരു ഫാമിലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണം എന്നൊക്കെയുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഈ ഒരു കാരണത്തിലാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലും ഒരു അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിലെന്തെങ്കിലും നമുക്ക് അൾട്രാസൗണ്ട് ബ്രസ്റ്റ് അതിലെന്തെങ്കിലും അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് റേഡിയേഷൻ ഇല്ലാത്തതാണ്. മാമോഗ്രാമിൽ ചെറിയ തോതിൽ റേഡിയേഷൻ ഉണ്ട്. അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് റേഡിയേഷൻ ഇല്ല. അതിൽ നമ്മൾ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്യുന്നത്. അന്നേരം അതിൽ റേഡിയേഷൻ ഇല്ലാത്തത് കൊണ്ട് അത് വളരെ സേഫാണ്. വർഷത്തിൽ ഒരിക്കൽ ഒരു അൾട്രാസൗണ്ട് ബ്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വേറെ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഡോക്ടർ, ഈ സാധാരണ സ്കാൻ എന്ന് പറയുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഗർഭകാലത്ത് ആ ഒരു ടൈമിലുള്ള ആളുകൾക്കാണ് സ്കാൻ പരിശോധനകൾ സുരക്ഷിതമാണോ, ഇത് മറ്റു പ്രശ്നങ്ങളിലേക്ക് കാരണമാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത് അല്ലേ? അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്നത് ശരിയാണോ ഗർഭകാലത്ത് ആ ടൈമിൽ? തീർച്ചയായിട്ടും ഗർഭകാലത്ത് സ്കാനുകൾ ചെയ്യേണ്ട ആവശ്യമാണ്. അതും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. അത് ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഗർഭകാലത്ത് നമ്മൾ സാധാരണ രീതിയിൽ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുന്നത്. ഒരു ഗർഭകാലത്ത് 2 സ്കാനുകൾ ചെയ്യേണ്ട ആവശ്യമാണ്. ആദ്യത്തെ സ്കാൻ എന്ന് പറയുന്നത് 11 ആഴ്ചയ്ക്കും 13 ആഴ്ച 6 ദിവസത്തിനും ഇടയ്ക്കാണ് ആദ്യത്തെ സ്കാൻ വരുന്നത്. ആ സ്കാനിൻ്റെ പേര് NT-NB സ്കാൻ എന്നാണ്. ഈ NT-NB സ്കാനിൽ കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിറകിലുള്ള ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിൻ്റെ കട്ടി അളവാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ അസ്ഥി പൂർണ്ണമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടോ എന്നും ഇതിൽ നോക്കും. അപ്പം ഇത് മെഷർ ചെയ്യുന്നതും ഈ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ അസ്ഥി പൂർണ്ണമായി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നതും വഴി നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ജനിതകപരമായിട്ടുള്ള ജനറ്റിക് ക്രോമസോമൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ടോ, റിസ്ക് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഈ 11 മുതൽ 13 ആഴ്ച വരെയുള്ള ഇടയിൽ ചെയ്യുന്ന ഈ NT-NB സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് ഡൗൺ സിൻഡ്രോം ഒക്കെ പോലെയുള്ള എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങൾ കുഞ്ഞിന് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ പലയിടത്തും ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ കമ്പൈൻഡ് സ്ക്രീനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഡബിൾ മാർക്കർ എന്ന നിലയിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ റിസ്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഒരു ഹൈ റിസ്ക് ഉണ്ട് എന്ന് ക്ലിനിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ NIPT പോലെയുള്ള അഡ്വാൻസ്ഡ് ടെസ്റ്റ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ഇതല്ലാതെ ഇനി രണ്ടാമത്തെ സ്കാൻ എന്ന് പറയുന്നത് 18 ആഴ്ചയ്ക്കും 22 ആഴ്ചയ്ക്കും ഇടയിൽ ചെയ്യുന്ന അനോമലി സ്കാൻ ആണ്. അതായത് നമ്മൾ കുഞ്ഞിന്റെ തലച്ചോറും മുഖം, കഴുത്ത്, ലങ്സ്, ഹാർട്ട്, വയറിനുള്ളിലെ അവയവങ്ങൾ, കുഞ്ഞിന്റെ കൈകാലുകൾ എല്ലാം പൂർണ്ണമായി നമ്മൾ പരിശോധിക്കും. അത് കറക്റ്റ് വളർച്ചയിലാവുന്നുണ്ടോ, അതിനെന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ. അതായത് ഇപ്പോൾ ഹൃദയത്തിലൊക്കെ നമുക്ക് ജനന വൈകല്യങ്ങൾ ഉണ്ടാകാം, മുഖത്ത് മുച്ചിരി പോലുള്ള ക്ലെഫ് ക്ലിപ്പ് ഒക്കെ പോലെയുള്ള ജനന വൈകല്യങ്ങൾ ഉണ്ടാകാം, സ്പൈന ബൈഫിഡ പോലുള്ള അങ്ങനെയുള്ള ജനന വൈകല്യങ്ങളുണ്ടോ. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കൃത്യമായിട്ടാണോ, പ്ലാസന്റയുടെ പൊസിഷൻ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ ഈ അംബ്ലിക്കൽ കോഡിന്റെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് റേഡിയേഷൻ ഇല്ലാത്തതാണ്, അമ്മയ്ക്കും കുഞ്ഞിനും പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ളൊരു സ്കാനാണ്. ഇത് മാത്രമല്ല, ഈ സ്കാനുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും, ഇതാണ് നോർമലായിട്ട് ചെയ്യുന്ന 2 സ്കാനുകൾ. ഇത് അത്യാവശ്യമായി എല്ലാ ലേഡീസും അവരുടെ പ്രഗ്നൻസി ടൈമിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട സ്കാനുകളാണ്. ഇത് കൂടാതെ ആവശ്യമുണ്ട്, അതായത് കുഞ്ഞിന്റെ വളർച്ച വീണ്ടും ഈ പ്രഗ്നൻസിയിൽ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വളർച്ചയിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി കാണിക്കുമ്പോൾ അതൊരു ഗ്രോത്ത് സ്കാൻ നോക്കാൻ വേണ്ടി നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ ബാക്കിയുള്ള സ്കാനുകളൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ മാത്രമേ ബാക്കിയുള്ള സ്കാനുകളൊക്കെ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ലാവണ്യ എന്നാണ്. ഓക്കെ ഡോക്ടർ, കേൾക്കാവോ? കേൾക്കാം. ഹായ് ലാവണ്യ, പറയൂ. ഡോക്ടർ, ഇതേപോലെ എനിക്ക് ഫൈബ്രോയിഡ്സിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. എനിക്കൊരു 2023 സ്റ്റാർട്ടിങ് ആയിരുന്നപ്പോൾ ഇതേപോലെ നമ്മൾ പീരീഡ്സ് വന്നിട്ട് കണ്ടിന്യൂസ് പീരീഡ്സ് ഒക്കെ വന്നു. ഒരു 10 ദിവസമൊക്കെ ആയി പീരീഡ്സ് വന്നു. ഭയങ്കര അടിവയറിന് ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഞാൻ UAE തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇങ്ങനെ ഫൈബ്രോയിഡ്സ് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന്റെ വാളിൽ 2 ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അതിനെ സ്കാൻ ചെയ്ത് നോക്കുവോ, ചെക്ക് ചെയ്ത് നോക്കുവോ, അതേപോലെ അത് ഗ്രോത്ത് ഇല്ലാത്ത ഫൈബ്രോയിഡ്സ് ആണെന്നാ പറഞ്ഞത്. നമ്മൾ അത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? അതായത് വീണ്ടും ഈ പറയുന്ന പോലെ ലാവണ്യക്ക് പീരിയഡ്സിന്റെ ടൈമിൽ വളരെ ഹെവി ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിന് ഗ്രോത്ത്, അതായത് ലാസ്റ്റ് സ്കാനിൽ നിന്ന് ഇപ്പോഴത്തെ സ്കാനിൽ എന്തെങ്കിലും ഗ്രോത്ത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, അത് ചിലതാണെങ്കിൽ തന്നെ അതങ്ങ് ചുരുക്കി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് പോയിട്ടുണ്ടോ, അതിൻ്റെ വളർച്ച കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ റിപ്പീറ്റഡ്ലി ഒരു സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോഴും എനിക്ക് പണ്ട് മുതലേ പീരിയഡ് സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും, ഭയങ്കര അസഹനീയ പെയിൻ ആയിരിക്കും ഫസ്റ്റ് ഡേ വയറ്റിന്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് പീരീഡ്സ് ഒക്കെ ഇപ്പോൾ ഒരു പ്രാവശ്യം പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ ലാസ്റ്റ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മന്ത്ലി 2 പ്രാവശ്യമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ മന്ത്ലി 2 ടൈംസ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന പറയുന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു അഡ്വൈസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരുടെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷന് ശേഷം തീർച്ചയായും അവരൊരു അൾട്രാസൗണ്ടിന് വിടും.
അൾട്രാസൗണ്ട് പെൽവിസ് അല്ലെങ്കിൽ ട്രാൻസ്വജൈനൽ സ്കാനിന് വിടും. നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ നേരത്തെ കണ്ടിരുന്ന ഫൈബ്രോയിഡുകൾ ഇപ്പോഴും ഉണ്ടോ, അതോ അതിന് വളർച്ച വന്നിട്ടുണ്ടോ, അത് കാരണം കൊണ്ടാണോ ഈ എക്സസീവ് ബ്ലീഡിങ് അല്ലെങ്കിൽ ഈ മാസത്തിൽ 2 തവണ ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാൻ സാധിക്കും. ഓ ഓക്കെ. അപ്പൊ അത് നമുക്ക് ഒന്നും കൂടി വീണ്ടും സ്കാൻ ചെയ്ത് നോക്കണം അല്ലേ? ബെറ്റർ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ലാവണ്യ, നോ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമ്മളിപ്പോൾ പറഞ്ഞു അർബുദങ്ങളാണെങ്കിൽ പോലും കണ്ടുപിടിച്ചതിന് അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു ഡൗട്ട് വന്നതിന് ശേഷം നോക്കുന്നതിനേക്കാൾ സ്തനാരോഗ്യത്തിനും അതുപോലെ തന്നെ ഗർഭാശയം അണ്ഡാശയ പ്രശ്നങ്ങൾക്കെല്ലാം ഈ സ്കാൻ എത്രത്തോളം യൂസ്ഫുൾ ആണ്? എങ്ങനെയാണ് അത് സഹായിക്കുന്നത്? സ്തനാരോഗ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സ്കാനാണ് മാമോഗ്രാം. അതിൽ ചെറിയ രീതിയിലുള്ള റേഡിയേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അതൊരു സ്ക്രീനിങ് പർപ്പസ്, അതുകൊണ്ടാണ് 40 വയസ്സിന് ശേഷം എന്ന് നമ്മൾ സ്ക്രീനിങ് ആയിട്ട്, അത് മെയിനായിട്ട് സ്ക്രീനിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഡയഗ്നോസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കാം. അപ്പം സ്ക്രീനിങ് എന്ന നിലയിൽ നമ്മൾ 40 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാർ വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ കൈകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാത്ത ചെറിയ ചെറിയ മുഴകൾ അല്ലെങ്കിൽ വളരെ ഏർലി സ്റ്റേജിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ, കാൽസിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനും അത് കാരണം ഈസി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും ബെറ്റർ ലൈഫും നമുക്ക് കിട്ടും. ഇനിയും യൂട്രസിൻ്റെയും യൂട്രൈൻ ആൻഡ് ഒവേറിയൻ ഡിസീസിനെ പറ്റി പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യുന്ന കൊണ്ട് യൂട്രസിൽ ഉണ്ടാകാവുന്ന ഫൈബ്രോയിഡ്, ഒവേറിയൻ സിസ്റ്റ്, പിന്നെ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ PCOD, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ഗർഭകാല സ്കാനുകൾ നമുക്ക് ചെയ്യാൻ അൾട്രാസൗണ്ട് നല്ലതാണ്. അൾട്രാസൗണ്ടിൽ റേഡിയേഷൻ ഇല്ല. അൾട്രാസൗണ്ട് വളരെ സേഫാണ്, അമ്മയ്ക്കും കുഞ്ഞിനും വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്കാനാണ്. പിന്നെ അൾട്രാസൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് ഈ വന്ധ്യത ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ചികിത്സാ ടൈമിൽ ഫോളിക്കുലാർ സ്റ്റഡി, ഫോളിക്കിൾസിൻ്റെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോപ്പർട്ടിയുടെ പൊസിഷൻ, അതുപോലെ തന്നെ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ സമയത്ത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ഇപ്പോൾ സാധാരണയായിട്ട് ഈ റേഡിയേഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഏതിനാണെങ്കിലും നോർമൽ എന്ത് റേഡിയേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഡൗട്ട് വരുന്ന കാര്യമാണ്. കാരണം എല്ലാവരും സാധാരണയായിട്ട് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും റേഡിയേഷൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട് പല കാര്യങ്ങളിലും. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സ്കാൻ പരിശോധനകളിൽ വരുന്ന റേഡിയേഷൻ ശരിക്കും നമുക്കതിനോടൊരു ഭയം വേണ്ടതുണ്ടോ? തീർച്ചയായും പലർക്കും എന്നുള്ളതാണ് സ്കാനിങ്ങിൽ ഈ റേഡിയേഷൻ്റെ ഭയം. അപ്പം ഇതിനകത്ത് അൾട്രാസൗണ്ടും MRIയും വളരെ സേഫാണ്. ഇതിൽ റേഡിയേഷൻ ഇല്ല. അൾട്രാസൗണ്ട് ആണെങ്കിൽ സൗണ്ട് വേവ്സ് വഴിയും MRI ആണെങ്കിൽ മാഗ്നറ്റ് വഴിയും നമുക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. ഇതിൽ റേഡിയേഷൻ്റെ ഭയം വേണ്ട. അതേസമയം എക്സ്റേ, CT, മാമോ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻസിൽ ചെറിയ അളവിൽ റേഡിയേഷനുണ്ട്. പക്ഷേങ്കിൽ ഇത് ഡോക്ടർ ഒരു രോഗിക്ക് നിർദ്ദേശിക്കുമ്പോൾ, സ്കാൻ ചെയ്യാൻ വരുമ്പോൾ ആ രോഗിയുടെ പ്രായവും അവസ്ഥയും കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്ത് നമ്മൾ അതിന് തക്കവണ്ണമുള്ള ഡോസ് കണക്കാക്കിയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻസ് വളരെ സുരക്ഷിതമായിട്ടാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഡോക്ടർ ഇതുപോലെയുള്ള ഈ റേഡിയേഷൻ ഉള്ള സ്കാനുകൾ നിർദ്ദേശിക്കുമ്പോൾ രോഗിയുടെ പ്രായം, രോഗിയുടെ അവസ്ഥ, രോഗി പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതം, വളരെ നന്നായിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി അതൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഈ റേഡിയേഷൻ ഉള്ള സ്കാനുകൾ നിർദ്ദേശിക്കുന്നത്. അതും വളരെ ചെറിയ തോതിൽ ഉള്ള റേഡിയേഷനേ ഉള്ളൂ. ഈ വന്ന കാലത്ത് നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ റേഡിയേഷനിലാണ് ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇപ്പോൾ നടക്കുന്നത്. ടെക്നോളജിയുടെ ആ ഒരു വളർച്ചയിൽ ശരിക്കും എനിക്ക് തോന്നുന്നു എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ചോദിക്കും പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കണയാണോ അല്ലേ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കാറുണ്ടല്ലേ? ഇതെല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഡോക്ടർ ഒരു
ഇൻവെസ്റ്റിഗേഷന് നിർദ്ദേശിക്കുന്നത്. അന്നേരം നിർദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഇൻവെസ്റ്റിഗേഷന് ആവശ്യമാർന്ന വളരെ കുറഞ്ഞ ഡോസിലാണ് ഇത് ചെയ്യുന്നത്. നമ്മളിനിപ്പോൾ ചിലപ്പോൾ എത്ര ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും എത്രത്തോളം ഉറപ്പ് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ എത്ര ധൈര്യം കൊടുത്താൽ പോലും എങ്കിലും ആ ഒരു മനസ്സിനുള്ളിലൊരു ഡൗട്ട് എപ്പോഴും എല്ലാവർക്കും നിലനിൽക്കണം. കാരണം വർഷങ്ങളായിട്ട് ഇപ്പോഴും പല ആളുകൾക്കും ആ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, കാരണം അത് മനസ്സിലിങ്ങനെ ഉണ്ടാവുമല്ലോ, എന്തായാലും നമുക്ക് സ്കാൻ ചെയ്യുന്നത് പ്രശ്നമാവോ ബുദ്ധിമുട്ടാവോ എന്നുള്ള. അപ്പോൾ നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഈ സ്കാനിങ് എത്രത്തോളം ആവശ്യമാണെന്നുള്ളതിൻ്റെ മൊത്തത്തിൽ ഒരു രത്ന ചുരുക്കം ഒന്ന് പറയാമോ ഡോക്ടർ? ഓക്കെ, സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ സ്കാനിങ്ങിന് വളരെ ആവശ്യമാണ്. കാരണം പല രോഗങ്ങളും ഈ പറയുന്ന പോലെ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ വേദനയോ ലക്ഷണങ്ങളോ ഒന്നും കാണിക്കില്ല. അപ്പം ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇതിൻ്റെ ശരിക്കുമുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഇതുപോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വേണം. ഇതുപോലെ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഈ അൾട്രാസൗണ്ടും മാമോഗ്രാമും എക്സ്റേ, CT, MRI തുടങ്ങിയവ. ഇതിൽ അൾട്രാസൗണ്ടും MRIയും പൂർണ്ണമായും റേഡിയേഷൻ ഇല്ലാതെ വളരെ സുരക്ഷിതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും യാതൊരുവിധ ഭയവും കൂടാതെ വളരെ സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്കാനുകളാണ്. CT, എക്സ്റേ, MRI റേഡിയേഷൻ ഇല്ല. CT, എക്സ്റേ, മാമോഗ്രാം തുടങ്ങിയതൊക്കെ ചെറിയ അളവിൽ റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ വളരെ അഡ്വാൻസ്ഡ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ കുറഞ്ഞ റേഡിയേഷനിൽ, അത് മാത്രമല്ല രോഗിയുടെ പ്രായം, രോഗിയുടെ അവസ്ഥ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വളരെ നിശ്ചിത അളവിൽ മാത്രം ഡോസ് നൽകി വളരെ സുരക്ഷിതമായാണ് ഓരോ സ്കാനുകളും ചെയ്യുന്നത്. പിന്നെ പേടിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കാതെ ഈ വന്ന കാലത്ത് ഏറ്റവും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത്രയും നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിച്ച് നമുക്ക് അത്രയും നല്ലൊരു ലൈഫായിരിക്കും കിട്ടുന്നത്. യെസ്, അപ്പോൾ താങ്ക് യു ഡോക്ടർ. നമ്മളിന്ന് ജനറൽ ഇമേജിങ് ഇൻ വുമൺ ഹെൽത്ത് എന്ന ഒരു ടോപ്പിക്കിലായിരുന്നു നമ്മുടെ ഇന്നത്തെ അരമണിക്കൂർ ഇങ്ങനെ നീണ്ടുപോയതല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അല്ല ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പഠിച്ചിട്ട് കുറേ ആളുകൾ നിൽക്കുന്നുണ്ടാവും. എന്താണ് ഡൗട്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എനിക്ക് തോന്നുന്നു അതിൻ്റെ മൊത്തത്തിലുള്ളൊരു അവലോകനം ഇന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അറിയണമെങ്കിലും, ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിലും സ്കാൻ ചെയ്യണമെങ്കിലും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ മിലേനിയം ഹോസ്പിറ്റലിൽ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാമല്ലോ അല്ലേ? എനിക്ക് കൂടുതലും വരുന്നത് ഡോക്ടേഴ്സ് ഇങ്ങോട്ട് റിക്വസ്റ്റ് വിട്ടിട്ടാണ് ഞങ്ങൾക്കത് വരുന്ന സമയത്ത് ഞങ്ങൾ നോക്കും അത് ഏത് സ്കാനാണ്. ഇനിയിപ്പം റേഡിയേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള സ്കാൻ ആണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് എത്രമാത്രം ചെയ്യണം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റഡിക്ക് വേണ്ടി വിടുന്നത്. തീർച്ചയായിട്ടും അത്രയേറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു വർഷങ്ങൾ കഴിയുന്തോറും അതിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ രീതിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഡോക്ടേഴ്സ് എല്ലാം എല്ലാ കാര്യങ്ങളും ഇപ്പം നോക്കിക്കണ്ടു പോകുന്നത്. അപ്പോൾ അത് ആ ഒരു ടെൻഷൻ ഇല്ലാതെ തന്നെ ഇപ്പോൾ സ്കാനിങ്ങിൻ്റെയും റേഡിയേഷൻ്റെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ലൈഫിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ നിസി കെ തോമസും ഇപ്പോൾ നമ്മോട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡോക്ടർ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. Millennium Hospital, Abu Dhabi, specialised in women and child care. For appointments, contact +971 26 11 3333. NTV UAE to the world.